ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, റബ്ബർ, കമുക് കൃഷികളിൽ ഏർപ്പെടുന്നതിനോടൊപ്പം തന്നെ കാലി വളർത്തലിലും സജീവമായി ശ്രദ്ധിക്കുന്ന തൊടുപുഴ പുതുപ്പരിയാരത്തെ കർഷകനായ ശ്രീ ജോജി ജോർജ് പാലമറ്റം അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ്. ഇന്ന് തൊടുപുഴയ്ക്കടുത്ത് പുതുപ്പരിയാരത്തെ ഒരു കർഷകനായ ജോജി ജോർജ് പാലമറ്റത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം റബ്ബർ, കാലി വളർത്തൽ, കപ്പ തുടങ്ങിയ ഇനങ്ങളാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൃഷി രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. ജോജി ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ? ഞാൻ ഇവിടെ ജനിച്ചു വളർന്നത്. അപ്പോൾ ഈ പഠനവും വിദ്യാഭ്യാസവും ഒക്കെ എവിടെയായിരുന്നു? 10 വരെ മണക്കാട് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് തൊടുപുഴ പ്രൈവറ്റായിട്ട് പ്രീ ഡിഗ്രി പഠിച്ചു. പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങുകയായിരുന്നു. പഠനകാലത്ത് കൃഷി ജോലികളൊക്കെ ചെയ്തിരുന്നോ? അച്ഛൻ്റെ കൂടെ കണ്ടത്തിപ്പണി, പറമ്പിപ്പണി എല്ലാത്തിലും കൂടിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ അന്നൊക്കെ കൂടുതൽ കൃഷി എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അന്ന് നെൽകൃഷി, തെങ്ങുമായിരുന്നു. നെൽകൃഷിയും തെങ്ങുമായിരുന്നു. അപ്പോൾ ഈ നെൽകൃഷിയും തെങ്ങും ഇപ്പോ ഇല്ലേ? ഇപ്പൊ ഇല്ല, പണിക്കാർ കിട്ടാനില്ല. അതുകൊണ്ട് മെച്ചമില്ലാണ്ട് വന്നപ്പോൾ നിർത്തി. ഈ നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പൊ എന്ത് കൃഷിയാണ് കടന്നു വന്നിരിക്കുന്നത്? ഇപ്പൊ കമുക്, പിന്നെ തെങ്ങ്. കുറച്ച് തെങ്ങുണ്ട്, ബാക്കി കമുകാണ് മെയിനായിട്ട്. എന്ന് മുതലാണ് റബ്ബർ കൃഷി ആരംഭിച്ചത്? ഒരു 40 വർഷത്തോളമായി റബ്ബർ കൃഷിയിലേക്ക് മാറി. അത് കഴിഞ്ഞ് ഇപ്പൊ റീപ്ലാന്റ് ചെയ്തപ്പോഴത്തേക്കും വിലകളെല്ലാം പോയി, പണിക്കാരെ കിട്ടാനില്ല, വിലയില്ല. അതും പ്രതിസന്ധി ആയപ്പോഴത്തേക്കും പശുവിലേക്ക് മാറി. റബ്ബർ കൃഷി ചെയ്യുമ്പോൾ ഏതിനാ റബ്ബറാണ് കൃഷി ചെയ്തിരുന്നത്? നമ്മൾ 105 വെച്ചിരുന്നത്. ഇത് എങ്ങനെയാണ് 105 റബ്ബറിന്റെ കൃഷി രീതികൾ ശ്രോതാക്കൾക്ക് വേണ്ടി വിശദമായിട്ടൊന്ന് പറയാമോ? 105 പാലുള്ള മരമാണ്. 2 അടി ആണ് കുഴിച്ചു വയ്ക്കുന്നത്. അത് കുഴിച്ചു വെച്ച് തൈ നേരമ്പാട് നോക്കി ബോർഡോ മിശ്രിതമൊക്കെ തേച്ച് ഇറക്കി കൊച്ചു പിള്ളേരെ നോക്കുന്ന പോലെ നോക്കി വളർത്തിക്കൊണ്ട് വരണം. വർഷത്തിൽ 2 പ്രാവശ്യം വളമിട്ട്, ചാണാനാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള വേണ്ടത്. ചാണാനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മരം വലുതാവും. വർഷത്തിൽ 2 തവണ വളമിട്ട് കൊടുത്ത് എത്ര വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് മാർക്ക് ചെയ്യാറാവും? 6 വർഷം ആകുമ്പോഴത്തേക്കും മാർക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ഏകദേശം റബ്ബർ മരത്തിന് എത്ര ഇഞ്ച് വണ്ണം ഉണ്ടാവും? 20-22 ഇഞ്ച് വണ്ണം കയറി വരും. അത്രയും വന്നു കഴിയുമ്പോഴാണ് ഇത് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ രാസവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ, അതോ ചാണകം മാത്രം ഉപയോഗിക്കാറുണ്ടോ? രാസവളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ചാണാനുണ്ടെങ്കിൽ. ഇതിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല പാലും കിട്ടും. പാലിന് നല്ല കൊഴുപ്പാവും. ഇത് എത്ര അടി അകലത്തിലാണ് റബ്ബർ നടുന്നത്? 12 അടി അകലത്തില്. സമയതരം 12 അടി അകലത്തിലാണ് ഓരോ തൈയും നടുന്നത് അല്ലേ? 6-ാം വർഷം മാർക്ക് ചെയ്തു, 7-ാം വർഷം നമ്മൾ ടാപ്പ് ചെയ്യാൻ തുടങ്ങും. ടാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? തന്നെയാണോ ചെയ്യാറുള്ളത്? എല്ലാ പണിക്കാരെ നിർത്തുള്ളൂ. ഈ മറ്റു പണികൾക്കും എല്ലാം പണിക്കാരെ കൂട്ടിയാണ്? പണിക്കാരെ കൂട്ടും. എത്ര ഏക്കർ സ്ഥലത്താണ് റബ്ബർ കൃഷി ചെയ്യുന്നത്? 4 ഏക്കർ സ്ഥലത്ത്. ഈ 4 ഏക്കർ സ്ഥലത്ത് ഏകദേശം എത്ര റബ്ബർ മരം ഉണ്ടാവും? 700 മരത്തോളം. അപ്പോൾ 1 ഏക്കർ സ്ഥലത്ത് എത്ര മരം നടാൻ പറ്റും? 150-200. ടാപ്പ് ചെയ്യുന്നതും വേറെ ആളുകളെ കൂട്ടിയാണ്? പണിക്കാരെ കൂട്ടും. നമുക്ക് തന്നെ പറ്റില്ല അല്ലേ? എല്ലാം കൊണ്ട് നടക്കില്ല. ഒരു ദിവസം തന്നെ ഈ മരം എല്ലാം ടാപ്പ് ചെയ്യാൻ പറ്റുമോ, അതോ നമ്മൾ ഒന്നിടപെട്ടാണോ? ഇല്ല, 1.5 ദിവസം പ്രാവശ്യം പറ്റുള്ളൂ. മഴക്കാലം ആകുമ്പോൾ ഇത് നമ്മൾ ഗാർഡ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഗാർഡ് ഇടും. അപ്പൊ മഴക്കാലത്തും നമുക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കും അല്ലേ? ടാപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഒരു വർഷം എത്ര ദിവസം ടാപ്പിംഗ് സാധിക്കും? ഒരു 115 കെട്ട് കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഇപ്പോ റബ്ബറിന്റെ വില എങ്ങനെയുണ്ട്? ഇപ്പോൾ റബ്ബറിന്റെ വില 110 രൂപ, 115 രൂപയ്ക്ക് എടുക്കുള്ളൂ. അതുപോലെ എടുക്കാൻ പോലും ആളില്ല. അത് നമ്മള് ഷീറ്റാക്കി തന്നെയാണോ കൊടുക്കുന്നത്? ഷീറ്റ് വെട്ടുന്നില്ല, ചുമ്മാ ഇട്ടേക്ക് പറമ്പ്. പണിക്കാരില്ല, വെട്ടിയാക്കി ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് റബ്ബറൊന്നും വെട്ടുന്നില്ല ആരും. അപ്പൊ ഈ റബ്ബറിന് ഇടവിളയായിട്ട് നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാൻ സാധിക്കുമോ? ഇനി കൊടിയിടാൻ പറ്റും. കൊടിയിടുക എന്നുള്ളൂ. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ എല്ലാരും ചെയ്തു തുടങ്ങിയത്. കാഞ്ഞിരപ്പള്ളി സൈഡ് ആ ഏരിയയിലൊക്കെ എല്ലാരും അങ്ങനെയാ, തലയ്ക്കങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് കൊടിയിട്ട് വിടുക. അപ്പോൾ റബ്ബർ കൃഷി നിലവിൽ നഷ്ടത്തിലാണ് പോകുന്നതെന്നാണ് ജോജി പറയുന്നത്. റബ്ബർ കൃഷി നഷ്ടമായതുകൊണ്ടാണ് ഇപ്പൊ കാലി വളർത്തലിലേക്ക് കടന്നത്. റബ്ബർ കൃഷി നഷ്ടം വന്നപ്പോഴത്തേക്കും കാലിയിലേക്ക് താടി. എത്ര പശുക്കളെ വളർത്തുന്നുണ്ട്? ഇപ്പൊ 5 എണ്ണം ഉണ്ട്. കറവയുള്ളതാണ് 5 പശു? കറവയുള്ള പശുക്കൾ 5 എണ്ണം.
അതിന്റെ കിടാക്കളും ഉണ്ടല്ലേ? കിടാക്കളില്ല, കിടാക്കളെ കൊടുക്കും. 2 മാസം കഴിയുമ്പോഴത്തേക്കും കിടാക്കളെ കൊടുക്കും. അപ്പോൾ ഈ 2 മാസം കഴിയുമ്പോഴത്തേക്കും കിടാക്കളെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കറവയ്ക്കൊക്കെ പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? അതെല്ലാം പെട്ടെന്ന് തന്നെ അത് ഇണങ്ങി വരും. കൈകൊണ്ടാണോ കറവ നടത്തുന്നത് അതോ മെഷീൻ ഉപയോഗിച്ചാണോ? കൈ കൊണ്ട് തന്നെയാണ് കറക്കുന്നത്. അപ്പോൾ ഈ 5 പശുവിനെയും തന്നെ കറവയൊക്കെ നടത്തുമോ അതോ? തന്നെ കറവ നടത്തും. ഏതിനം പശുക്കളാണ്? ജേഴ്സി ഉണ്ട്, എച്ചപ്പ് ഉണ്ട്. ഈ 2 ഇനം പശുക്കളുണ്ട് അല്ലേ? ഈ 5 എണ്ണത്തിനെ കറന്നു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് എത്ര ലിറ്റർ പാല് വിൽക്കാൻ സാധിക്കുന്നുണ്ട്? ഒരു 40-50 ലിറ്റർ പാല്. അത് എവിടെയാണ് നമുക്കിവിടെ അടുത്ത് തന്നെ കൊണ്ട് കൊടുക്കാൻ സൗകര്യമുണ്ടോ? മിൽമയ്ക്കാണോ കൊടുക്കുന്നത്? ആർക്കാണ്? ജീവയെ കൊടുക്കാറുണ്ട്. വിലയില്ല, അതുകൊണ്ട് വീടുകളിലാണ് ഏറ്റവും മാക്സിമം. ജീവയെ കൊടുത്ത് നമുക്ക് ഒരു 40 രൂപ 45 രൂപ കിട്ടുള്ളൂ. വീടുകളിലാകുമ്പോൾ 60 രൂപ കിട്ടും. ഈ ജീവ എന്ന് പറയുന്നത് എന്താണ്, അതൊന്ന് പറയാമോ? ജീവ എന്ന് പറഞ്ഞാൽ പള്ളിവക ഇതാണ് നടത്തുന്ന ഒരു സൊസൈറ്റിയാണ് ജീവ മിൽക്ക്. ജീവ മിൽക്ക് അല്ലേ? കോതമംഗലം രൂപതയുടെ. കോതമംഗലം രൂപതയുടെ ഒരു മിൽക്ക് സൊസൈറ്റിയാണ് ജീവ മിൽക്ക്. അവരുടെ ഇവിടെ ഏജൻസി ഉണ്ടല്ലേ? അവിടെ ഏജൻസി ഉണ്ട്. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും ഒരു ലിറ്റർ പാലിന്? 45 രൂപ. 45 രൂപ കിട്ടുകയുള്ളൂ. ആ സമയത്ത് ഇത് വീടുകളിൽ നമ്മൾ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? 60 രൂപ കിട്ടും. 15 രൂപയുടെ വ്യത്യാസം ഉണ്ടല്ലേ? നമ്മളിത് പാല് രാവിലെ കറന്ന് കുപ്പികളിലാക്കി കൊടുക്കുമോ? എങ്ങനെയാണ് ചെയ്യുന്നത്? പാക്ക് ചെയ്യും. പാൽ പാക്ക് ചെയ്യുന്ന കവർ മേടിക്കാൻ കിട്ടും. അതിനകത്ത് പാക്ക് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് വീടുകളിൽ കൊടുക്കും. വീടുകളിൽ നമ്മൾ കൊണ്ടേ കൊടുക്കണമോ? വീടുകളിൽ കൊണ്ടേ കൊടുക്കും. അപ്പോൾ ഈ 50 ലിറ്റർ പാല് പാക്ക് ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കില്ലേ? പുല്ല ഭാര്യയും കൂടെ കൂടും, അത് പെടാവുന്ന തീരും. വാഹനത്തിലാക്കി കൊണ്ടുപോകും? സ്കൂട്ടറുണ്ട്, സ്കൂട്ടറിനകത്ത് ബക്കറ്റിനകത്താക്കി വീടുകളിൽ എത്തിക്കും. പിന്നെ കുറേ കടകളുണ്ട്, കടകളിൽ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വിറ്റോളും. രാവിലെ എഴുന്നേറ്റ് പശുക്കളെ കറന്ന് പാക്കറ്റ് ആക്കുന്നതിനുള്ള കവർ വാങ്ങിച്ച് അതിൽ നിറച്ച് വീടുകളിൽ കൊണ്ടുപോയി മറ്റു കടകളിലും കൊണ്ടുപോയി കൊടുത്താണ് ഇപ്പോൾ ഉപജീവനം നടത്തുന്നത് അല്ലേ? അതെ. രാവിലെ ഈ പശുവിനെ കറക്കാനൊക്കെ ആയിട്ടപ്പോൾ ഏത് സമയത്ത് എഴുന്നേൽക്കേണ്ടി വരും? 3 മണിക്ക് എണീക്കും. 3 മണിക്ക് എണീറ്റ് കുളിപ്പിച്ച് തൊഴുത്ത് വൃത്തിയാക്കി എല്ലാം കഴിച്ച് കറവ തുടങ്ങും. ഒരു 6 മണിയാകുമ്പോഴത്തേക്കും എല്ലാം തീരും. അപ്പോൾ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പശുക്കളെ കുളിപ്പിച്ച് തൊഴുത്തെല്ലാം വൃത്തിയാക്കി പിന്നെ പശുക്കളെ എല്ലാം കറന്നു വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 6 മണിയാവും അല്ലേ? അതിനുശേഷമാണ് ഇത് പാക്ക് ചെയ്ത് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇതെല്ലാം വീടുകളിലും കടകളിലും എല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് എത്ര സമയമാവും? 7:30 ആകുമ്പോഴത്തേക്കും തീരും. 7:30 ആകുമ്പോഴത്തേക്കും പാല് വിറ്റതിന് ശേഷം തിരിച്ച് വീട്ടിൽ വരും. പിന്നീട് മറ്റു ജോലികളൊക്കെ കാപ്പി കുടിച്ചതിന് ശേഷമാണോ തുടങ്ങും? അപ്പം തന്നെ തുടങ്ങി ഒരു 10 മണിയാകുമ്പോഴത്തേക്കും പുല്ല് വെട്ടും ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞ് കാപ്പുടി. അപ്പോൾ ഈ പുല്ല് വെട്ടാനൊക്കെ നമുക്ക് സ്വന്തം സ്ഥലത്ത് തന്നെ പുല്ല് ആവശ്യത്തിന് കിട്ടുമോ? ആവശ്യത്തിന് പുല്ലുണ്ട്. പുൽ കൃഷി ചെയ്തിട്ടുണ്ട്? പുൽകൃഷിയുണ്ട്. ഏതിനം പുല്ലാണ് കൃഷി ചെയ്തിരിക്കുന്നത്? HF4. എത്ര സ്ഥലത്ത് പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട്? 1/2 ഏക്കറോളം ഉണ്ട്. ഈ 1/2 ഏക്കർ സ്ഥലത്തേക്ക് പുല്ല് മതിയാവുമോ നമുക്ക് പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ മുഴുവൻ സമയവും? വേറെ പുല്ല് വെട്ടിയെടുക്കാനുണ്ട്, അതുകൊണ്ട് മതിയാവും. ഒരു നേരം തീറ്റ കൊടുത്താൽ മതി. ഒരു പശുവിന് ഇപ്പോൾ ഒരു 14 കിലോ തീറ്റ മതി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പിന്നെ സൂപ്പ് കുടിയും കൊടുത്തു കഴിഞ്ഞാൽ അതോടെ കിടന്നുറങ്ങിക്കോളും. പച്ചവെള്ളവും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുടിച്ച്. പിന്നെ മറ്റേ ഈ ഓക്ക അതുപോലെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ പശുക്കൾക്ക് കൊടുക്കാറുണ്ടോ? അത് കൊടുക്കണം. അത് കൊടുത്തെങ്കിൽ മാത്രമേ, പുല്ല് കൊടുത്തിട്ട് കാര്യമില്ല, അത് മേടിച്ച് കൊടുത്തെങ്കിലേ പാല് കിട്ടുകയുള്ളൂ. ഇപ്പോൾ അതിൻ്റെയൊക്കെ വില എങ്ങനെയുണ്ട്? അതിന് വില ഒരു ചാക്കിന് 1430 രൂപ. ഒരു പശുവിന് ഒരു ദിവസം 10 കിലോ തീറ്റയോളം വേണം. കാലിത്തീറ്റയുടെ വില ക്രമാതീതമായെന്നുള്ള രീതിയിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ടല്ലേ? വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് നഷ്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പശുക്കളെയൊക്കെ പുറത്ത് അഴിച്ചുവിട്ട് തീറ്റാൻ സൗകര്യമുണ്ടോ? അഴിച്ചു വിട്ട് തീറ്റുന്നില്ല, കൂടിനകത്ത് തന്നെ നിർത്തുക. വല്ലപ്പോഴും ഒന്ന് ഇറക്കി കെട്ടി നോക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പശുക്കൾക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങളോ ബാധിക്കാറുണ്ടോ? അത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാറുള്ളത്? രോഗങ്ങൾ അങ്ങനെ വരാറില്ല. വൃത്തിയായിട്ട് നോക്കുന്നത് കൊണ്ട് രോഗങ്ങൾ വരാറില്ല. എന്തെങ്കിലും വന്ന പശു തന്നെ കാണിച്ചു തരും, ഇന്നതാ എനിക്ക് വേദനയാണെന്നുള്ളത്. കാലിന് വേദനയാണ്, കാലിങ്ങനെ എപ്പോഴും പൊക്കി കുത്തിക്കൊണ്ടിരിക്കും. കഴിക്കുകയാണെങ്കിൽ അത് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മളെ അതിന് പറയാനുള്ള അറിയത്തില്ല എന്നുള്ളൂ. അവർക്ക് അത് പറഞ്ഞ് കാണിച്ചു തരും, അത് ഉറപ്പായിട്ടും. അപ്പോൾ അതെല്ലാം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് അത് മനസ്സിലാവും. ഇനി എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൃഗാശുപത്രി അടുത്തുണ്ടോ? ഡോക്ടർമാരെല്ലാം പരിചയമുണ്ട്, വിളിച്ച അപ്പം തന്നെ വരും. എല്ലാ സൗകര്യമുണ്ട്. ഇനി ഇതിന് ചാണകമൊക്കെ എന്താണ് ചെയ്യാറുള്ളത്? ചാണകം എൻ്റെ പറമ്പിൽ തന്നെ ഇടും. പിന്നെ അയൽവക്കത്തുള്ള ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കും, അവർക്ക് കൊടുക്കും. വിലയ്ക്കൊന്നും ആരും മേടിക്കാനില്ല. ഇപ്പം പണ്ടൊക്കെ 25 രൂപ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം ചുമ്മാ ഈ ആൾക്കാർക്ക് ആർക്കും പൈസ ഇല്ല. മനുഷ്യൻ്റെ പൈസ ഇല്ലാണ്ടായതുകൊണ്ട് എല്ലാവരും കൃഷി നിർത്തി. പിന്നെ അവനവന് കൊടുത്തു വിടുക. ബയോഗ്യാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അതില്ല. അപ്പോൾ പശു വളർത്തലും ഇപ്പോൾ 60 രൂപ കിട്ടിയാൽ പോലും നഷ്ടത്തിലാണെന്നാണ് ജോജി പറയുന്നത് അല്ലേ? അത് നഷ്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിർത്തിക്കൊണ്ടിരിക്കുക. ഫാമുകളെല്ലാം പൂട്ടുക. സർക്കാർ അതിന് കാലിത്തീറ്റയ്ക്കൊരു എന്തെങ്കിലും ഒരു തുച്ഛമായ വില നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നഷ്ടത്തിലേക്ക്. ഇപ്പോൾ ഇനി വില കൂടണമെങ്കിൽ 5 വർഷം കഴിയാണ്ട് പാലിൻ്റെ മിൽമ വില കൂട്ടണമെങ്കിൽ ഇപ്പോൾ 5 വർഷത്തോളം കൂടിയായിട്ടാണ് ഇപ്പോൾ വില കൂടിയേക്കണം. ഇനി ഒരു 5 വർഷം കഴിയണം. അന്നേരത്തേക്ക് 2500 രൂപയോളം വരും തീറ്റയ്ക്ക് വില. എല്ലാവരും നിർത്തുക. അപ്പോൾ കാലിത്തീറ്റയുടെ വില സർക്കാർ ഇടപെട്ട് തന്നെ കുറയ്ക്കണം. എങ്കിൽ മാത്രമേ ഈ കാലിവളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ജോജി പറയുന്നത്.
हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഇനി റബ്ബർ കൃഷിയും കാലി വളർത്തലും അല്ലാതെ മറ്റെന്തെല്ലാം കൃഷികളാണുള്ളത്? പിന്നെ കപ്പ, കമുക്, വാഴ, എല്ലാ ഇനം കൃഷികളും ഉണ്ട്. ചാണാൻ ഇങ്ങനെ ഉള്ളത് കൊണ്ട് എല്ലാം ഇങ്ങനെ കുറേശ്ശെ ചെയ്ത് സീസൺ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ കപ്പ നമുക്ക് വിൽക്കാനുള്ള കപ്പ കൃഷി ചെയ്യുന്നുണ്ടോ അതോ സ്വന്തം ആവശ്യത്തിനുള്ളോ? ഉണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്, വിൽക്കാനുണ്ട്. 10,500 ചുവടോളം ഉണ്ട്. കപ്പ കൃഷി ചെയ്യുന്നിടത്ത് കപ്പ മാത്രമാണോ കൃഷി ചെയ്യുന്നത്? ആ, കപ്പ ചെയ്യുന്നിടത്ത് കപ്പ, പിന്നെ കുറച്ച് ചേനയുണ്ട്, മാറ്റി അങ്ങനെ നടും. വാഴ ഇടുന്നിടത്ത് വാഴ മാത്രം. ഇപ്പൊ കപ്പയ്ക്ക് നല്ല വിലയുണ്ട്. ഇപ്പൊ കപ്പ വെച്ചതാ. ഇപ്പൊ കപ്പ 30 രൂപയ്ക്ക് കടകളിൽ എടുക്കും. ഏതിനം കപ്പയാണ് കൃഷി ചെയ്യുന്നത് പ്രധാനമായിട്ട്? ആമ്പക്കാടൻ കപ്പയാണ് നല്ല വിളവുള്ള കപ്പ. ആമ്പക്കാടൻ കപ്പ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? അതിന്റെ കൃഷി രീതികൾ ശ്രോതാക്കൾക്ക് വേണ്ടി വിശദമായിട്ടൊന്ന് പറയാമോ? ആമ്പക്കാടൻ കപ്പയ്ക്ക് വളർച്ചയ്ക്ക് താമസമാണ് വിളവെടുക്കാൻ. 9 മാസത്തോളം വേണ്ടി വരും വിളവെടുക്കാൻ. ടേസ്റ്റുള്ള കപ്പയാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് പെട്ടെന്ന് ചെലവും കിട്ടും, എല്ലാ കാര്യങ്ങളും. നമ്മൾ കൂമ്പലെടുക്കുന്ന പോലെ കാര്യങ്ങളെന്ന് പറഞ്ഞു. കൂമ്പിലെടുക്കുമ്പോൾ ചാണകപ്പൊടിയോ അല്ലെ എല്ലുപൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കും. ഒഴിച്ചാൽ നീളത്തിൽ കപ്പ കോല് വെട്ടി ചെരിച്ചു കുത്തും. പിന്നെ മുളച്ച് കഴിയുമ്പോൾ ചാരം ഉണ്ടെങ്കിൽ ചാരം ഇടും. പിന്നെ ചെറുതായിട്ട് കാട് കുറച്ച് കഴിഞ്ഞാൽ രാസവളത്തെ തുടങ്ങി ഞങ്ങൾ അതനുസരിച്ച് 2-3 വളം കൊടുത്താൽ മതി. രാസവളം ഉപയോഗിച്ചാണ് കപ്പ കൃഷി ചെയ്യുന്നത് അല്ലേ? ആ, രാസവളം എടുത്തെങ്കിൽ കയറി വരുവുള്ളൂ. ചാണകം കൂടുതലിട്ട് കഴിഞ്ഞാൽ കയ്പുണ്ടാവും. ഇത് നമ്മൾ ഈ വിളവെടുക്കുന്നതിന് മുമ്പ് എത്ര തവണ കാട് പറിക്കേണ്ടി വരും? ഒറ്റ തവണ കാട് പറിച്ചാൽ മതി. എന്നാൽ അത് കപ്പ കയറി അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പുല്ല് പോലും മുളക്കില്ല. കപ്പ കൃഷിയും ആദായകരമാണെന്നാണ് ജോജിയുടെ അഭിപ്രായം. ഇപ്പൊ കപ്പ കൃഷി ലാഭോ? നിലവിലുള്ള അവസ്ഥയിൽ കപ്പ കൃഷിയാണ് ആദായകരം. ഇപ്പൊ കപ്പ കൃഷിയാണ് ആദായം. പണി കുറവ് മതി, ചെലവ് കുറവുണ്ട്. പണിക്കൂലി ഒറ്റ പണിക്കൂലി പണി തീരും. ഊമ്പലെടുക്കുന്ന പണിക്കൂലി മതി. 1200 മൂട് കപ്പയിടണമെങ്കിൽ അതിനെല്ലാം ഈ ജോലിക്കാരെ കൂട്ടി ചെയ്യേണ്ടി വരുമോ? ഇല്ല, തന്നെ ചെയ്യാം. തന്നെ ചെയ്യും. അപ്പൊ എത്ര ദിവസം കൊണ്ട് ഇത് കൊമ്പിൽ വെട്ടി തീർക്കും? 2-3 ദിവസം മതി. രാവിലെ ഇറങ്ങി ഊമ്പലെടുത്ത് 8 മണി വരെയൊക്കെ പണിതാൽ മതി. അപ്പൊ രാവിലെ 3 മണിക്ക് തുടങ്ങുന്ന പണി വൈകുന്നേരം എപ്പോ വരെ തുടരും? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. അതനുസരിച്ച് നല്ല സ്പീഡിലങ്ങ് ഓടിക്കും. ചിലപ്പോ ദിവസം പുല്ല് തലേദിവസം വെട്ടിയിടും. അപ്പൊ പണി അത്ര നേരത്തെ തീർന്നിടും. സഹായിക്കാൻ ഭാര്യയും കൂടുവോ? ഇല്ല. ഭാര്യക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? ഭാര്യക്ക് നമുക്കുള്ള ഭക്ഷണവും തുണികൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ കപ്പ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് നമ്മളിതിന്റെ ഇടവിളയായിട്ടാണ് ചേനയും ഒക്കെ കൃഷി ചെയ്യുന്നത് അല്ലേ? ഇടവിളയായിട്ട് ചേന കൃഷി ചെയ്തിടും. അപ്പൊ ഇതിങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഇപ്പൊ നിലവിൽ ഈ ചേനയൊക്കെ നമുക്ക് വിൽക്കാനുള്ളതുണ്ടോ അതോ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ? ചേന ഓണത്തിനൊക്കെ അപ്പൊ വില കിട്ടും. ഇപ്പോഴൊന്നും വിലയില്ല, ആർക്കും വേണ്ട. ആദ്യമേ പറിക്കുന്ന സീസൺ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. എല്ലാവർക്കും സ്ഥലമില്ലാത്തവരൊക്കെ വരുമല്ലോ, അപ്പോൾ അവർക്ക് മേടിച്ചോണ്ട് പോകും. തെങ്ങ് കൃഷി ഉണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ. തേങ്ങയൊക്കെ എന്താണ് ചെയ്യാറുള്ളത്? വിൽക്കാനുള്ള തേങ്ങ ലഭിക്കുന്നുണ്ടോ? ആദ്യകാലത്ത് ഞങ്ങൾ കുഞ്ഞായിരുന്നു ഈ പറമ്പ് മുഴുവൻ തെങ്ങായിരുന്നു. അന്ന് ഭയങ്കര ഇതായിരുന്നു. അതായത് 150 വർഷം പഴക്കമുള്ള തെങ്ങൊക്കെ ഇപ്പോഴും നിൽക്കുന്ന തെങ്ങ്. ഇപ്പോൾ തെങ്ങ് കേടാ അപ്പടി വെച്ച് നോക്കി മുഴുവൻ ചെല്ല് തിന്ന് മുഴുവൻ നശിപ്പിക്കും. ദൂരം വളമിട്ടാലും എണ്ണ കാണിച്ചാലും വിഷം ഇട്ട് നോക്കിയാലും പണിക്കൂലി കൊടുത്ത് പണിപ്പിക്കാൻ മുതലാവില്ല അതും. അപ്പോൾ ഇപ്പോൾ തേങ്ങ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ലഭിക്കുന്നുള്ളൂ? അതേ ഉള്ളൂ. നെൽകൃഷി നഷ്ടമായപ്പോഴാണ് കമുക് കൃഷി ആരംഭിച്ചതെന്ന് പറഞ്ഞല്ലോ. ഈ കമുക് ഇപ്പോൾ എത്ര സ്ഥലത്ത് ചെയ്യുന്നുണ്ട്? 1 ഏക്കർ സ്ഥലത്തുണ്ട് കമുക്. അത് കാസർഗോഡ് കമുക് അവിടുന്ന് കാ മേടിച്ചോണ്ട് വന്ന് മുളപ്പിച്ച് പാകി കൂമ്പിലെടുത്ത് മുളപ്പിച്ചുണ്ടായി. ഇപ്പൊ എത്ര വർഷമായ കമുകുകളാണ് നിൽക്കുന്നത്? 15 വർഷത്തോളമായി. ഇപ്പൊ ആദായമുണ്ട്? ആദായമുണ്ട്. ഈ കമുക് കൃഷി ചെയ്തിട്ട് നമുക്ക് എത്ര വർഷം ആകുമ്പോഴത്തേക്ക് മുതൽ ആദായം ലഭിച്ചു തുടങ്ങിയായിരുന്നു? 3-ാം വർഷം തൊട്ട് ആദായമാവും. ഇപ്പോൾ ഇതിന്റെ ഈ വിളവെടുപ്പാണല്ലോ പ്രധാനമായിട്ടൊരു ബുദ്ധിമുട്ട് വരുന്നത്. കാരണം കമുകിൽ നമ്മൾ കയറി പറിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. അതിനൊക്കെ ഇവിടെ തൊഴിലാളികളെ ലഭിക്കുന്നുണ്ടോ? അത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കച്ചവടക്കാരാ അവർ വന്ന് അടങ്ങൽ വില പറയും, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക. അവർ തോട്ടിയും വലിയ തോട്ടിയൊക്കെ ആയിട്ട് വന്ന് ഒരു 60 തോട്ടിക്ക് കെട്ടി വലിച്ചു ചേർച്ച് പിന്നെ കയറേണ്ട കമുക് വരുവാണെങ്കിൽ പണ്ടത്തെ കാലത്ത് ആടിപ്പറിക്കുന്ന രീതിക്ക് ആടിപ്പറിക്കും. അപ്പോൾ നമ്മൾ ഇത് കമുക് തോട്ടം പണ്ട് കൊടുത്തിരുന്നത് പോലെ തന്നെ കച്ചവടക്കാർ വരുമ്പോൾ അവർക്ക് മൊത്തമായിട്ട് കൊടുക്കുകയാണ് ഒരു വില പറഞ്ഞ് അല്ലേ? വില പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർ വന്ന് ബാക്കി കാര്യങ്ങൾ തൊഴിലാളികളെയൊക്കെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അതിന്റെ ഉപകരണമൊക്കെ കൊണ്ടുവന്ന് അടയ്ക്ക പറിച്ച് കൊണ്ടുപോയിക്കോളും.
നമുക്കതിൻ്റെ വില തന്നോളൂ. വില തരും. അപ്പോൾ വില നമുക്ക് അഡ്വാൻസ് നേരത്തെ തരുമോ? അഡ്വാൻസിൽ പൈസ തരും. പറിക്കുന്ന സീസൺ ആയി കഴിയുമ്പോൾ പറിച്ച് കഴിയുമ്പോൾ ബാക്കി പൈസയും തരും. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ വില അടക്കയ്ക്ക് കുറവും പിന്നീട് വില കൂടുകയും ചെയ്താൽ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ടല്ലേ? അത് ഈ വർഷം മാത്രമേ വില അങ്ങനെ കൂടിയുള്ളൂ. എല്ലാ വർഷവും കുറയാറും അങ്ങനെയൊക്കെ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ നിലവിൽ അടക്കയ്ക്ക് നല്ല വിലയുണ്ട്. 43 രൂപ വിലയുണ്ട് പച്ചയ്ക്ക്. പച്ച തൊടുപാക്കിന് വിലയുണ്ട്. കമുക് കൃഷി പൊതുവെ എല്ലാവരും നാമാവശേഷമൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ട് മറ്റു കൃഷികളിലേക്ക് കടന്നിരുന്നു. ഇപ്പോൾ ഇവിടെ ജോജി മാത്രം ഇത് തുടർന്നു കൊണ്ടുപോകാൻ എന്താണ് കാരണം? പണിക്കാർ വേണ്ട. ആദ്യം കുഴിച്ചു വെച്ച് തനതാൻ കുഴിച്ചു വെക്കാം. തൈക്ക് 40 രൂപയേ ഉള്ളൂ വില. കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ തനതാൻ വളമിടാം. വലുതായി കഴിയുമ്പോൾ അത്യാവശ്യം ഒരു കുറച്ച് വർഷം 5-8 വർഷം തനത്താൻ നല്ലൊരു തോട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇല്ലി തോട്ടി ഉണ്ടെങ്കിൽ പറിക്കാം. പിന്നീട് പൊങ്ങി പോയാൽ മാത്രമേ മാത്രം നമുക്ക് നോക്കിയാൽ മതി. കമുകിനെ കൊല പടർന്നു കഴിഞ്ഞാൽ ഇതിന് മരുന്ന് തെളിച്ചു കൊടുക്കുമായിരുന്നല്ലോ, പ്രത്യേകിച്ച് ഈ ബോഡോമിശ്രിതം. ഇത് ഇപ്പോൾ നമുക്കിത് തളിച്ചു കൊടുക്കേണ്ടി വരുന്നുണ്ടോ? ഒന്നുമില്ല, വളമിട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ കൊലകളെല്ലാം അടയ്ക്കാൻ നിറയെ പിടിച്ചോളും, അടച്ചു പിടിച്ചോളും, കേടൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ എന്തായാലും കമുക് കൃഷി ഇപ്പോൾ നല്ല ലാഭകരമാണ്. കമുക്, കപ്പ ഇത് രണ്ടുമാണ് ഇപ്പോൾ ലാഭകരമായിട്ട് ജോജി പറയുന്നത് അല്ലേ? അതെ, അതും പണിച്ചെലവ് കുറവുണ്ട്. ആ ഒരു ചെറിയ പൈസ കൂലിക്കായാൽ പോലും 2000 രൂപയിൽ കപ്പയ്ക്ക് പണിയാം. ഇതാകുമ്പോൾ കുഴിച്ചു വയ്ക്കാനാണെങ്കിലും ഒരാൾ 2 ദിവസം പണിതാലും ഇതും 12,000 രൂപ കുഴിച്ചു വെച്ചാൽ പണി തീർന്നു. വീട്ടിലാർക്കുണ്ട്? വീട്ടില് ഞാനും ഭാര്യയും 2 പിള്ളേരും. ഒരാൾ കാനഡയിൽ, ഒരാൾ കോട്ടയത്ത് വർക്ക് ചെയ്യുന്നു. എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. സന്തോഷകരമായിട്ട് വിട്ടു. സർക്കാരിന്റെ തലത്തിൽ നിന്ന് ഇപ്പോൾ കൃഷിഭവനാകട്ടെ, അതുപോലെ സ്പൈസസ് ബോർഡ്, കൃഷി വിജ്ഞാൻ കേന്ദ്രം, ഇവരിൽ നിന്നൊക്കെയുള്ള സഹായങ്ങളോ ഉപദേശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? നേരത്തെ സഹായമൊന്നുമില്ല, കുറച്ചിൽ മാത്രമേ ഉള്ളൂ. സബ്സിഡികൾ, വള്ളത്തിന്റെ സബ്സിഡി അങ്ങനെയൊന്നും കിട്ടുന്നില്ല? ഒന്നും കിട്ടുന്നൊന്നുമില്ല. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുന്നുണ്ടോ? അതിനൊന്നും അന്വേഷിച്ചിട്ട് പോയില്ല. എന്താ ചെയ്യുക എന്നുള്ള രീതി തന്നെ, ഉള്ളതിനുള്ള ഇത് മാത്രമേ. എന്തായാലും ഒത്തിരി സന്തോഷം. തൊടുപുഴയ്ക്കടുത്ത് പുതുപ്പരിയാരത്തെ റബ്ബർ, കാലി വളർത്തൽ, കപ്പ, കമുക കൃഷികളിൽ സജീവമായി ശ്രദ്ധിക്കുന്ന കർഷകനായ ജോജി ജോർജ് പാലമറ്റമാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. തൊടുപുഴയ്ക്കടുത്ത് പുതുപ്പരിയാരത്തെ കർഷകനായ ശ്രീ ജോജി ജോർജ് പാലമറ്റവുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവട് വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.